കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി റെഗുലർ വിദ്യാർത്ഥികൾക്ക് ഈ വർഷം മുതൽ 4 വർഷത്തേക്കാണ് ഡിഗ്രി പഠനമുള്ളത്. ഡിഗ്രി പഠനത്തിൽ മേജർ കോഴ്സും മൈനർ കോഴ്സും ഉണ്ട്. BA ഹിസ്റ്ററി, BA സോഷ്യോളജി, BA എക്കണോമിക്സ്, BA ഇംഗ്ലീഷ് തുടങ്ങിയ ഡിഗ്രി വിദ്യാർത്ഥികൾക്ക് മൈനർ കോഴ്സായിട്ട് പൊളിറ്റിക്കൽ സയൻസിൻ്റെ ചില പേപ്പറുകൾ എടുക്കാവുന്നതാണ്. ഇവിടെ പൊളിറ്റിക്കൽ സയൻസ് നൽകുന്ന പ്രധാനപ്പെട്ട മൈനർ കോഴ്സുകൾ 5 സെറ്റാണ്. അതിൽ ഏത് സെറ്റും വിദ്യാർത്ഥികൾക്ക് താല്പര്യമുള്ളത് പഠിക്കാവുന്നതാണ്. ഈ വീഡിയോയിൽ നമ്മൾ ചെയ്യുന്നത് പൊളിറ്റിക്കൽ സയൻസിൻ്റെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ആൻഡ് പൊളിറ്റിക്കൽ സിസ്റ്റം എന്ന മൈനർ കോഴ്സിൻ്റെ ക്ലാസ്സുകളാണ് എടുക്കാൻ പോകുന്നത്. അതിലെ ആദ്യത്തെ പേപ്പറായ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന പേപ്പറാണ് നമ്മൾ ഈ വീഡിയോ വഴി ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്നത്. ആദ്യമായിട്ട് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്ന ഈ പേപ്പറിൻ്റെ സിലബസ് നമുക്ക് പരിശോധിക്കാം. ഒന്നാമത്തെ മൊഡ്യൂൾ ഇൻട്രൊഡക്ഷൻ ടു ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്നതാണ്. അതിൽ 4 ഭാഗങ്ങളുണ്ട്. കോൺസ്റ്റിറ്റ്യൂഷനെക്കുറിച്ചും കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലിയെക്കുറിച്ചും ഇന്ത്യൻ ഭരണഘടനയുടെ സാലിയൻ ഫീച്ചേഴ്സും ഇന്ത്യയിലെ ഭരണഘടനയുടെ പ്രിയാമ്പിളിനെ കുറിച്ചൊക്കെയാണ് അവിടെ പറയുന്നത്. പിന്നെ രണ്ടാമത്തെ മൊഡ്യൂളിൽ ഫണ്ടമെൻ്റൽ റൈറ്റ് ആൻഡ് സിറ്റിസൺ എന്ന് പറയുന്ന മൊഡ്യൂളാണ്. അതിലും 3 പാർട്ടുകളുണ്ട്. ഫണ്ടമെൻ്റൽ റൈറ്റ് ഉണ്ട്, ഫണ്ടമെൻ്റൽ റൈറ്റ് ആൻഡ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ട്, ക്രിറ്റിസിസം ഓഫ് ഫണ്ടമെൻ്റൽ റൈറ്റ് ഉണ്ട്. അങ്ങനെയാണ് രണ്ടാമത്തെ മൊഡ്യൂൾ വരുന്നത്. മൂന്നാമത്തെ മൊഡ്യൂൾ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾ ഓഫ് സ്റ്റേറ്റ് പോളിസിയുമായി ബന്ധപ്പെട്ടാണ്. അതിലും പ്രധാനമായിട്ടും 4 ഭാഗങ്ങൾ വരുന്നുണ്ട്. DPSPയുടെ ഫീച്ചേഴ്സും ക്ലാസിഫിക്കേഷനും വരുന്നുണ്ട്. ഇംപ്ലിമെൻറ്റേഷൻ ഓഫ് DPSP വരുന്നുണ്ട്. ഫണ്ടമെൻ്റൽ റൈറ്റും DPSPയും തമ്മിലുള്ള വ്യത്യാസങ്ങളെക്കുറിച്ചുണ്ട്. അതുപോലെ ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ്. ഈ ഭാഗങ്ങളാണ് മൂന്നാമത്തെ മൊഡ്യൂളിൽ വരുന്നത്. നാലാമത്തെ മൊഡ്യൂളിൽ വർക്കിംഗ് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ എന്നതാണ്. അതിൽ അമെൻഡിങ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ, എമർജൻസി പ്രൊവിഷൻസ്, എലക്ഷൻ ആൻഡ് എലക്ഷൻ കമ്മീഷൻ, ഈ ഭാഗങ്ങളാണ് നാലാമത്തെ മൊഡ്യൂളിൽ പറയുന്നത്. പിന്നെ അഞ്ചാമത്തെ മൊഡ്യൂളാണ്. അഞ്ചാമത്തെ മൊഡ്യൂളിൽ ഓപ്പൺ എൻഡഡ് മൊഡ്യൂളാണ്. അതിൽ കേസ് സ്റ്റഡീസ്, അതിലെ ചില എക്സാമ്പിൾസ് ഒക്കെയാണ് അതിൽ പഠിക്കുന്നത്. ഇങ്ങനെ 5 മൊഡ്യൂളാണ് ഈ പേപ്പറിൽ പഠിക്കാനുള്ളത്. ഈ വീഡിയോയിൽ നമുക്ക് ഒന്നാമത്തെ മൊഡ്യൂൾ പഠിക്കാം, ഇൻട്രൊഡക്ഷൻ ടു ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ. അതിലാദ്യ ഭാഗമാണ് കോൺസ്റ്റിറ്റ്യൂഷൻ, മീനിങ് ആൻഡ് ക്ലാസിഫിക്കേഷൻ. എന്താണ് ഭരണഘടന, ഭരണഘടനയുടെ മീനിങ്ങും അതിൻ്റെ ക്ലാസിഫിക്കേഷനും എന്തൊക്കെയാണ് എന്നാണ് നമ്മൾ ആദ്യമായിട്ട് ഈ വീഡിയോയിൽ പറയുന്നത്. കോൺസ്റ്റിറ്റ്യൂഷൻ, മീനിങ് ആൻഡ് ക്ലാസിഫിക്കേഷൻ. എന്താണ് കോൺസ്റ്റിറ്റ്യൂഷൻ, ഭരണഘടന? പൊളിറ്റിക്കൽ സയൻസിൻ്റെ പഠനത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് ഭരണഘടന എന്നത്. ഭരണഘടന എന്ന വാക്ക് പ്രധാനമായും പല രംഗത്തും നാം ഉപയോഗിക്കുന്നുണ്ട്. മതത്തിന് ഭരണഘടനയുണ്ട്, ട്രേഡ് യൂണിയനുകൾക്ക് ഭരണഘടനയുണ്ട്, രാഷ്ട്രീയ പാർട്ടികൾക്ക് ഭരണഘടനയുണ്ട്. അങ്ങനെ തുടങ്ങിയിട്ട് പല സ്ഥാപനങ്ങൾക്കും ഭരണഘടനകൾ ഉണ്ട്. രാഷ്ട്രീയ അർത്ഥത്തിൽ പൊളിറ്റിക്കലായിട്ട് പറയുകയാണെങ്കിൽ ഭരണഘടന രാജ്യത്തിൻ്റെ ഭരണഘടനയാണ് നമ്മൾ രാഷ്ട്രീയപരമായിട്ട് ഭരണഘടന എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. രാഷ്ട്രീയ അർത്ഥത്തിൽ ഭരണഘടന എന്നത് രാജ്യത്തിൻ്റെ ഭരണഘടനയെയാണ് സൂചിപ്പിക്കുന്നത്. ആധുനിക ലോകക്രമത്തിൽ ഓരോ രാഷ്ട്രത്തിനും അതിൻ്റേതായ ഭരണഘടനകൾ നിലവിലുണ്ട്. ഭരണഘടനയുടെ നിയമങ്ങൾക്കനുസൃതമായി അതത് രാജ്യങ്ങളിലെ ഗവൺമെൻറ്റിനെ സംഘടിപ്പിക്കുകയും ആ ഗവൺമെൻറ്റുകളെ പ്രവർത്തിപ്പിക്കുകയും ചെയ്യുന്നു. അതിലൂടെ ജനങ്ങൾക്ക് ഒരു നിയമവാഴ്ച ഉണ്ടാകുന്നു. അതാണ് ഭരണഘടനാ വാദത്തിൻ്റെ അടിസ്ഥാന തത്വം. ഞാൻ അതിലേക്ക് പിന്നീട് വരാം. ഭരണഘടനാവാദം കോൺസ്റ്റിറ്റ്യൂഷണലിസത്തിലേക്ക് അടുത്ത ഭാഗത്ത് നമുക്ക് വിശദമായി പറയാം. എങ്കിലും ആധുനിക ലോകക്രമത്തിൽ ഓരോ രാഷ്ട്രത്തിനും അവരുടേതായ ഭരണഘടനകളുണ്ട്. അവരാണ് ആ രാജ്യത്തെ ഗവൺമെൻറ്റുകളെ സൃഷ്ടിക്കുന്നതും ആ ഗവൺമെൻറ്റുകളുടെ പ്രവർത്തനങ്ങളെ വിലയിരുത്തുന്നതും ആ പ്രവർത്തനങ്ങളെ ഏകീകരിക്കുന്നതുമെല്ലാം. ഭരണഘടന എന്ന് പറഞ്ഞാൽ എന്താണ്? വാട്ട് ഈസ് ദ മീനിങ് ഓഫ് എ കോൺസ്റ്റിറ്റ്യൂഷൻ? ഭരണഘടനയുടെ അർത്ഥം എന്താണ് എന്നാണ് നമ്മൾ ആദ്യമായിട്ട് നോക്കുന്നത്. വളരെ ലളിതമായി പറഞ്ഞാൽ ഭരണഘടന എന്നത് നിയമങ്ങളുടെയും നിയന്ത്രണങ്ങളുടെയും ഒരു ബോഡിയാണ് എന്ന് നമുക്ക് നിർവചിക്കാം. ഗവൺമെൻറ്റിൻ്റെ അധികാരങ്ങളും ഭരിക്കപ്പെടുന്നവരുടെ അവകാശങ്ങളും ഇവ രണ്ടും തമ്മിലുള്ള ബന്ധം ക്രമീകരിച്ചിരിക്കുന്ന തത്വങ്ങളുടെ ഒരു സമാഹാരമാണ് ഭരണഘടന എന്നും നിർവചിക്കാം. മറ്റൊരു തരത്തിൽ നിർവചിക്കുകയാണെങ്കിൽ രാജ്യത്തിൻ്റെ നിയമങ്ങൾ, ഗവൺമെൻറ്റിൻ്റെ ഉപകരണം, ഒരു ഭൂപ്രദേശത്തെ അടിസ്ഥാന നിയമങ്ങൾ, ദ ലോ ഓഫ് ദ ലാൻഡ്,
എന്നിങ്ങനെ വ്യത്യസ്ത വിലയിരുത്തലും ഭരണഘടനക്ക് ഉണ്ട്. മിക്ക രാജ്യങ്ങളിലും ഒരു ഭരണഘടന ഉണ്ടായിരിക്കും. ആ ഒരു ഭരണഘടനയുടെ നിയമങ്ങൾ ലിഖിതമായിരിക്കാം, അല്ലെങ്കിൽ അലിഖിതമായിരിക്കാം. ലിഖിതമായത് വളരെ വിശദമായതായിരിക്കാം, ചിലപ്പോൾ വളരെ ഹ്രസ്വമായതായിരിക്കാം. മറ്റു ചില രാജ്യങ്ങളിൽ ലിഖിതമായിരിക്കില്ല, അലിഖിതമായിരിക്കും. അത് ആചാരങ്ങളുടെയും അനുഷ്ഠാനങ്ങളുടെയും രൂപത്തിലും നിലനിൽക്കുന്ന രാജ്യങ്ങളുണ്ട്. അങ്ങനെയൊക്കെ വ്യത്യസ്തമായ രാജ്യങ്ങളിൽ വ്യത്യസ്തമായ രീതിയിൽ ഭരണഘടനകൾ പ്രവർത്തിക്കുന്നുണ്ട്. ഇനി നമ്മൾ നോക്കുന്നത് ഡെഫിനിഷൻ ഓഫ് കോൺസ്റ്റിറ്റ്യൂഷനാണ്, ഭരണഘടനയുടെ നിർവചനം. പൊളിറ്റിക്കൽ സയൻസിലെ വളരെ പ്രധാനപ്പെട്ട ചില പൊളിറ്റിക്കൽ സയന്റിസ്റ്റുകൾ ഭരണഘടനയെ നിർവചിച്ചതിനെ കുറിച്ചാണ് നമ്മൾ ഇനി നോക്കുന്നത്. GS ലൂയിസ് പറഞ്ഞത്, ഭരണഘടന എന്നത് സമൂഹത്തിലെ പരമാധികാരത്തിന്റെ ക്രമീകരണവും വിതരണവും അല്ലെങ്കിൽ ഗവൺമെന്റിന്റെ രൂപത്തെ സൂചിപ്പിക്കുന്നതിനെയാണ് ഭരണഘടന എന്ന് പറയുന്നത് എന്നാണ് GS ലൂയിസ് പറയുന്നത്. മറ്റൊരു ഡെഫിനിഷൻ നോക്കുകയാണെങ്കിൽ RN ഗിൽക്രിസ്റ്റിന്റെ ഡെഫിനിഷനാണ്. അദ്ദേഹം പറയുന്നത്, ഗവൺമെന്റിന്റെ സംഘാടനം, ഗവൺമെന്റിന്റെ വിവിധ വകുപ്പുകളുടെ അധികാര വിതരണം, ഈ അധികാരങ്ങൾ വിനിയോഗിക്കേണ്ട പൊതുതത്വങ്ങൾ എന്നിവ നിർണയിക്കുന്ന ലിഖിതമോ അലിഖിതമോ ആയ നിയമങ്ങളുടെയും ചട്ടങ്ങളുടെയും ബോഡിയെയാണ് ഒരു രാജ്യത്തിന്റെ ഭരണഘടന എന്ന് പറയുന്നത്. ഗവൺമെന്റിന്റെ സംഘാടനം, ഗവൺമെന്റിന്റെ വിവിധ വകുപ്പുകളുടെ അധികാര വിതരണം, ഈ അധികാരങ്ങൾ വിനിയോഗിക്കേണ്ട പൊതുതത്വങ്ങൾ എന്നിവ നിർണയിക്കുന്ന ലിഖിതമോ അലിഖിതമോ ആയ നിയമങ്ങളുടെയോ ചട്ടങ്ങളുടെയോ ബോഡിയെയാണ് ഒരു രാജ്യത്തിന്റെ ഭരണഘടന എന്ന് പറയുന്നത്. അതാണ് RN ഗിൽക്രിസ്റ്റ് പറയുന്നത്. മറ്റൊരു ഡെഫിനിഷൻ ജോർജ് ജെല്ലിക്കിൻ്റെ ആണ്. അദ്ദേഹം പറയുന്നത്, ഭരണകൂടത്തിന്റെ പരമോന്നത അധികാരത്തെ നിർണയിക്കുന്ന ഒരു നിയമവ്യവസ്ഥയാണ് ഭരണഘടന എന്നാണ്. അത് ഭരണകൂടത്തിന്റെ നിർമ്മാണത്തിന്റെ രീതി, പരസ്പര ബന്ധം, പരസ്പര പ്രവർത്തന മേഖല, ഒടുവിൽ രാജ്യത്തിന്റെ ബന്ധത്തിൽ ഭരണകൂടത്തിന്റെ അടിസ്ഥാന സ്ഥാനം എന്നിവ നിർദ്ദേശിക്കുന്നതാണ് ഭരണഘടന എന്നാണ് അദ്ദേഹം പറയുന്നത്. ഏതായാലും ഈ നിർവചനങ്ങളെയെല്ലാം നമ്മൾ വിശകലനം ചെയ്യുമ്പോൾ ഭരണഘടനയുടെ അടിസ്ഥാനം ഗവൺമെന്റിന്റെ നിർണയമാണ് എന്ന് വ്യക്തമാകും. ഇത് ഗവൺമെന്റിന്റെ അടിസ്ഥാനപരമായ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നു എന്ന് നമുക്ക് തിരിച്ചറിയാൻ സാധിക്കും. വ്യത്യസ്ത തരത്തിലുള്ള ഗവൺമെന്റുകൾ ഉള്ളതിനാൽ വ്യത്യസ്ത തരത്തിലുള്ള ഭരണഘടനകളുമുണ്ട് ലോകത്ത്. എന്നാൽ ഏതൊരു രാജ്യത്തിനും ഏത് രൂപത്തിലുള്ള സർക്കാർ ആണെങ്കിലും ഒരു ഭരണഘടന ഉണ്ടായിരിക്കണം എന്നത് ആധുനിക ജനാധിപത്യ ലോകക്രമത്തിന്റെ ഭാഗമാണ്. ഇനി നമ്മൾ നോക്കുന്നത് ഭരണഘടനയുടെ പ്രധാന സവിശേഷതയാണ്. ഭരണഘടനയുടെ പ്രധാന സവിശേഷത എന്നത് ഓരോ ഭരണഘടനയും കാലം മാറുന്നതിനനുസരിച്ച് ആ ഭരണഘടന മാറുകയോ ഭരണഘടന വളരുകയോ ചെയ്യുന്നുണ്ട്. ജെയിംസ് മെക്കിൻഡോഷും ഹെൻറി മെയിനും പറയുന്നത്, ഒരു ഭരണഘടന നിർമ്മിക്കപ്പെടുന്നില്ല, അത് വളരുകയാണ് ചെയ്യുന്നത് എന്നാണ്. ഭരണഘടന വികസിപ്പിച്ചെടുത്ത ഇംഗ്ലണ്ടിന്റെ കാര്യത്തിൽ ഇത് കൃത്യമായിട്ട് ശരിയുമാണ്. കാരണം ആ ഭരണഘടന വളർന്ന് ഇവോൾവ് ചെയ്ത് വന്നതാണ്. അപ്പം ഭരണഘടന എന്ന് പറയുന്നത് കാലത്തിനനുസരിച്ച് ഇങ്ങനെ വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു സംവിധാനമാണ് എന്നുകൂടിയാണ് അതിൻ്റെ പ്രത്യേകതയായിട്ട് പൊളിറ്റിക്കൽ സയന്റിസ്റ്റുകൾ പലരും പറയുന്നത്. എങ്കിൽ നമുക്ക് ഒരു രാജ്യത്തിൻ്റെ ഭരണഘടനയുടെ വളർച്ച എങ്ങനെയാണ് ഉണ്ടാവുന്നത്, അതിൻ്റെ ഉറവിടം എന്താണ് എന്നാണ് നമ്മൾ ഇനി നോക്കുന്നത്. ഏതൊരു രാജ്യത്തിൻ്റെയും ഭരണഘടനയുടെ വളർച്ചയുടെ സ്രോതസ് എന്താണ് എന്നാണ് നമ്മൾ നോക്കുന്നത്. ഒന്ന് ഭേദഗതിയാണ്. ഒഫീഷ്യലായിട്ടുള്ള ഭേദഗതികളാണ്. ഔപചാരികമായ ഭേദഗതിയിലൂടെ ഏതൊരു രാജ്യത്തിൻ്റെയും ഭരണഘടനയിൽ വലിയ മാറ്റവും വലിയ വളർച്ചയും ഉണ്ടാവും. ഓരോ ഭരണഘടനക്കും കാലത്തിൻ്റെ ആവശ്യങ്ങൾക്കനുസൃതമായി ഭേദഗതി ചെയ്യുന്നതിനുള്ള നടപടിക്രമങ്ങൾ ആ രാജ്യത്തുണ്ടായിരിക്കും. ഈ പ്രക്രിയ ഇംഗ്ലണ്ടിൻ്റെ കാര്യത്തിൽ വളരെ ലളിതമായിരുന്നു. അതേസമയത്ത് അമേരിക്കയെ പോലുള്ള രാജ്യങ്ങളിൽ വളരെ കർക്കശമാണ്. അങ്ങനെ ഈ ഭേദഗതിയിലൂടെ ചില പുതിയ നിയമങ്ങൾ അതിൽ ചേർക്കുന്നു, അല്ലെങ്കിൽ പഴയ ചില നിയമങ്ങളെ പരിഷ്കരിക്കുന്നു, അല്ലെങ്കിൽ ചില നിയമങ്ങളെ മാറ്റുന്നു. എന്തായാലും ഈ ഔദ്യോഗിക ഭേദഗതിയിലൂടെ, ഔപചാരിക ഭേദഗതിയിലൂടെ ഭരണഘടനയിൽ അതിൻ്റെതായ ചില മാറ്റങ്ങൾ കൊണ്ടുവരാൻ സാധിക്കുന്നു. അത് ചില രാജ്യങ്ങളിൽ വളരെ കർക്കശമായ രീതിയിലായിരിക്കും. അത് മാറ്റുന്നതിന് വലിയ ശ്രമകരമായ ജോലി ഉണ്ടായിരിക്കും. അമേരിക്കയെ പോലുള്ള
ഭരണഘടനയിൽ വളരെ ശ്രമകരമായ ജോലിയിലൂടെ മാത്രമേ ഭേദഗതി ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അതേസമയത്ത് ബ്രിട്ടനെ പോലുള്ള രാജ്യങ്ങളിൽ അവിടെയുള്ള ഭരണഘടന വളരെ വേഗത്തിൽ തന്നെ ഭേദഗതി ചെയ്യാൻ സാധിക്കുന്നു എന്നതും ഓരോ രാജ്യത്തിൻ്റെയും ഭരണഘടനയുടെ പ്രത്യേകതകളാണ്. എന്തായാലും ഈ ഭേദഗതിയിലൂടെ ഓരോ രാജ്യത്തിൻ്റെയും ഭരണഘടനയുടെ വളർച്ചയുടെയും മാറ്റത്തിൻ്റെയും വലിയ ഉറവിടമായിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. മറ്റൊന്ന് വലിയ നിയമനിർമ്മാണമാണ്. ഒരു രാജ്യത്തിൻ്റെയും ഒരു വലിയ മഹത്തായ നിയമനിർമ്മാണത്തിലൂടെ ആ രാജ്യത്തിൻ്റെ ഭരണഘടനയിൽ മാറ്റങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. ഭരണഘടനാ വികാസത്തിൻ്റെ മറ്റൊരു ഉറവിടമാണ് പ്രധാനപ്പെട്ട ആ രാജ്യത്തിലെ നിയമനിർമ്മാണം എന്ന് പറയുന്നത്. കാലാകാലങ്ങളിൽ ഒരു സംസ്ഥാനത്തിൻ്റെ നിയമനിർമ്മാണ സഭകൾ കാലാകാലങ്ങളിൽ ആവശ്യാനുസരണം നിയമങ്ങൾ ഉണ്ടാക്കുന്നു. ഈ നിയമങ്ങൾ ചില സുപ്രധാന മാറ്റങ്ങൾ വരുത്തുന്നു. അതനുസരിച്ച് ഭരണഘടനയുടെ ചട്ടങ്ങളിലും ഭരണഘടനയുടെ നിയമങ്ങളിലും അതിൻ്റേതായ മാറ്റങ്ങൾ ഉണ്ടാക്കുന്നു. അപ്പോൾ അതും ഈ വലിയ നിയമനിർമ്മാണം, വലിയ പ്രക്രിയ, വലിയ നിയമനിർമ്മാണമായിട്ട് നടത്തുന്നതും ഈ ഭരണഘടനയിലെ മാറ്റങ്ങൾക്ക് കാരണമാകുന്നു. മറ്റൊന്ന്, എക്സിക്യൂട്ടീവ് ഉത്തരവുകളിലൂടെ ഭരണഘടനയിൽ മാറ്റങ്ങൾ ഉണ്ടാക്കുന്നു. രാജ്യത്തിൻ്റെ ഭരണത്തലവൻ കാലാകാലങ്ങളിൽ ഉത്തരവുകൾ പ്രഖ്യാപിക്കുകയും പുറപ്പെടുവിക്കുകയും ചെയ്യുന്നതിലൂടെ ഭരണഘടനയിലെ നിയമങ്ങളിൽ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കുന്നു. ഇതും പല രാജ്യങ്ങളിലും സംഭവിക്കുന്ന ഒരു പ്രക്രിയയാണ്. മറ്റൊന്ന്, പ്രധാനപ്പെട്ട ജുഡീഷ്യൽ തീരുമാനങ്ങളാണ്. ചില പ്രധാന കേസുകളിൽ കോടതികളുടെ തീരുമാനങ്ങൾ അല്ലെങ്കിൽ വിധിന്യായങ്ങൾ ഭരണഘടനയുടെ വ്യവസ്ഥകളിൽ ഭേദഗതി ചെയ്യുന്നുണ്ട്. ഉദാഹരണത്തിന്, ഇന്ത്യയിലെ കേശവാനന്ദ ഭാരതി കേസിൽ ഭരണഘടനയുടെ അടിസ്ഥാന ഘടകങ്ങളെ ലംഘിക്കുന്ന ഒരു ഭേദഗതിയും വരുത്തരുത് എന്ന് പറയുമ്പോൾ അതൊരു വിധിയാണ്. ആ വിധിയിലൂടെ ഒരു പുതിയ നിയമത്തെയാണ് ഭരണഘടന മുന്നോട്ട് വെക്കുന്നത്. അപ്പോൾ അതുപോലെ കോടതിയുടെ വലിയ ഇടപെടൽ സ്വാഭാവികമായിട്ടും പല കാലങ്ങളിലായിട്ട് ഭരണഘടനയിലെ മാറ്റങ്ങൾ ഉണ്ടാക്കുന്നു. പല നിയമവും ഇപ്പോൾ ആർട്ടിക്കിൾ 21, ഇന്ത്യയിലെ ഭരണഘടനയിലെ ആർട്ടിക്കിൾ 21ൻ്റെ നിയമത്തെ ഇന്ത്യയുടെ കോടതി വിശദീകരിച്ചുകൊണ്ട് അത് പുതിയ തലങ്ങളിലേക്ക് എത്തിക്കുന്നുണ്ട്. റൈറ്റ് ടു ലൈഫ് ആൻഡ് ലിബർട്ടി എന്ന് പറയുന്നത് തന്നെ അത് വെറും ലൈഫ് ആൻഡ് ലിബർട്ടി മാത്രമല്ല, അത് മനുഷ്യരുടെ എല്ലാവിധ സാമൂഹ്യ ജീവിതക്രമത്തെയും അതിൻ്റെ ഭാഗമാക്കുന്നത് കോടതി വിധിയിലൂടെയാണ്. അപ്പോൾ ഭരണഘടനയിലെ മാറ്റങ്ങൾക്ക് കോടതി വിധിയും വലിയ മാറ്റങ്ങൾ സൃഷ്ടിക്കുന്നുണ്ട് എന്നർത്ഥം. മറ്റൊന്ന്, ആചാരാനുഷ്ഠാനങ്ങൾ വഴി ഈ ഭരണഘടനയിൽ ചില മാറ്റങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് എന്നാണ്. ഭരണഘടനയുടെ വ്യവസ്ഥയിൽ അതിൻ്റേതായ സ്വാധീനം ചെലുത്തുന്ന രാജ്യത്തിൻ്റെ നിരവധി ആചാരങ്ങളുണ്ട്, അനുഷ്ഠാനങ്ങളുണ്ട്. ഇവിടെ ഈ ആചാരങ്ങളുടെയും അനുഷ്ഠാനങ്ങളുടെയും ഒക്കെ മാറ്റത്തിൻ്റെ ഭാഗമായിട്ട് ഭരണഘടനയിൽ പല മാറ്റങ്ങളും ഉണ്ടാവുന്നുണ്ട്, പല മാറ്റങ്ങൾക്കും വിധേയപ്പെടുന്നുണ്ട് എന്നർത്ഥം. നമ്മുടെ നാട്ടിലെ സാമൂഹ്യ ക്രമത്തിൻ്റെയൊക്കെ ഭാഗമായി നിലനിന്നിരുന്ന ആചാരങ്ങൾ സ്വാഭാവികമായിട്ടും ആധുനിക മൂല്യങ്ങൾ കടന്നു വരുന്നതിലൂടെ പല ആചാരങ്ങളും മാറ്റുന്നു. ആ ആചാരത്തിനനുസരിച്ച് ഭരണഘടനയിലും മാറ്റങ്ങൾ വരുന്നു. ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ, ഇപ്പോൾ ട്രാൻസ്ജെൻഡേഴ്സിൻ്റെ വിവാഹത്തിൻ്റെ കാര്യത്തിൽ ദീർഘകാലം കഴിഞ്ഞിട്ടാണ് നമ്മുടെ ഭരണഘടന അതിനെ അക്കോമഡേറ്റ് ചെയ്യപ്പെടുന്നത്. അപ്പോൾ അതൊക്കെ മാറ്റമാണ്. സാമൂഹ്യ അനുഷ്ഠാനങ്ങളെയും ആചാരങ്ങളിലെയുമുള്ള മാറ്റം, ആധുനിക കാലത്തെ മാറ്റങ്ങൾ ഭരണഘടനയിലും പ്രതിഫലിക്കുന്നുണ്ട് എന്നർത്ഥം. ഏതായാലും ലോകത്തിലെ ഏതൊരു ഭരണഘടനയുടെയും വികാസത്തിൽ ഈ ഘടകങ്ങളുടെ പങ്ക് കാണാവുന്നതാണ്. ഭരണഘടനയുടെ ചട്ടങ്ങൾ കാലാകാലങ്ങളിൽ കാലാനുസൃതമായി മാറിക്കൊണ്ടിരിക്കുന്നു എന്നതാണ് ഈ പറഞ്ഞതിൻ്റെ അടിസ്ഥാന കാര്യം. അപ്പോൾ അതൊരു സവിശേഷതയാണ്. ഭരണഘടന കാലങ്ങൾക്കനുസരിച്ച് മാറ്റപ്പെടുന്നുണ്ട്, അത് വളരുന്നുണ്ട്, അത് പുതിയ ഘട്ടത്തിലേക്ക് പരിണാമത്തിലേക്ക് മാറുന്നുണ്ട് എന്നതാണ് അതിൻ്റെ ഒരു സവിശേഷതയായിട്ട് പറയാനുള്ളത്. ഇനി നമുക്ക് വിവിധ തരം ഭരണഘടനകളുണ്ട്. ആ വിവിധ തരം ഭരണഘടനകളെ കുറിച്ചൊക്കെ നമുക്ക് അടുത്ത ഭാഗത്ത് വളരെ വിശദമായി പറയാം. ഓക്കെ.